രാവിലെ നമ്മളൊരു വ്ലോഗ് എടുക്കണമെന്ന് വിചാരിച്ചാൽ 6 മണിക്കൊക്കെ എണീക്കുന്നത് നമ്മൾ ഒരു 5 മണി 5:30ക്ക് എണീക്കണം. എങ്കിലേ എല്ലാ സംഗതികളും കൂടി നമുക്ക് ഒപ്പിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഈ ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യണം, വീഡിയോസ് കുഞ്ഞു കുഞ്ഞായിട്ടാണെങ്കിലും എല്ലാം ഒന്ന് കാണിക്കണം. ഇതൊക്കെ ആയി വരുമ്പോൾ സത്യം പറഞ്ഞാൽ രാവിലത്തെ ഒരു വ്ലോഗ് അങ്ങ് മടിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനിങ്ങനെ വിചാരിച്ചു എന്തായാലും നാളെ ഒരു വ്ലോഗ് അങ്ങ് എടുക്കണമെന്ന്. അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ പുട്ടും കടലയാണ് കേട്ടോ. ഞാനാണെങ്കിൽ ആദ്യമൊക്കെ ആണെങ്കിൽ കാത്തൂട്ടിക്കും തന്നൂട്ടിക്കും പുട്ടും കടലയൊന്നും അങ്ങനെ സ്കൂളിൽ കൊടുത്തു വിടാറില്ലായിരുന്നു കേട്ടോ. പക്ഷെ അവർക്ക് ഇഷ്ടമാണ്. ഞാൻ വിചാരിക്കും അവിടെ ചെല്ലുമ്പോൾ ഈ പുട്ടൊക്കെ അങ്ങ് എന്തോ പോലെ ഇരിക്കൂലേന്നേ. പിന്നെ ഞാൻ ഒരു ദിവസം കൊടുത്തു വിട്ടപ്പോൾ അവരെല്ലാം കഴിച്ചിട്ട് വന്നു. അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെയാണെങ്കിൽ ഞാൻ വിചാരിക്കും എല്ലാ ദിവസവും നമുക്ക് ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ, ഇടയ്ക്ക് പുട്ടൊക്കെ അങ്ങ് കഴിക്കണം. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനങ്ങ് കൊടുത്തു വിടും കേട്ടോ. അപ്പം ഞാൻ കടലക്കറി അങ്ങനെയാണ് വെക്കുന്നത്. കടലയിലോട്ട് സവാള ഇട്ടു, ഇഞ്ചി വെളുത്തുള്ളി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാല, ഉപ്പിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അതിനെ അങ്ങ് ഒരു 6-7 വിസിൽ അടുപ്പിച്ചെടുക്കും കേട്ടോ. ആ സമയത്തിന് ഞാൻ പിന്നെ പുട്ടിൻ്റെ മാവൊക്കെ നനച്ചു. പിന്നെ ഇത് ഇച്ചിരി വലിയ പൊട്ടുകുറ്റി ആയതുകൊണ്ട് നമുക്ക് 2 പ്രാവശ്യം ആക്കുമ്പോൾ തന്നെ അവർക്ക് കഴിച്ചിട്ട് പോകാനുള്ളതും കൊണ്ടുപോകാനുള്ളതൊക്കെ റെഡിയാവും കേട്ടോ. രാവിലെ ഈ ഡ്രൈവിംഗ് ക്ലാസ്സിൽ പോകുന്നത് കൊണ്ടാണ് ഇത്ര തിരക്ക്. ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് പതുക്കെ ചെയ്താൽ മതി കേട്ടോ. കാത്തുട്ടിയും തന്നൂട്ടിക്കും ചോറൊന്നും കൊണ്ടുപോകാത്തതുകൊണ്ട് ഇത് ബ്രേക്ക്ഫാസ്റ്റ് മാത്രം കൊടുത്തു വിട്ടാൽ മതി. അത് കഴിഞ്ഞിട്ട് എനിക്ക് പതിയെ ചോറും കറിയൊക്കെ വെച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ പോയിട്ട് വരുമ്പോൾ ലേറ്റ് ആവും. അതുകൊണ്ട് ഞാൻ പിന്നെ ചോറൊക്കെ റൈസ് കുക്കറിൽ തിളപ്പിച്ച് വെച്ചേക്കുവേ. പിന്നെ പാല് വന്നു, അത് വാങ്ങി. അപ്പോൾ നമ്മുടെ ഒരു കുറ്റി പുട്ട് റെഡിയായി. പിന്നെ ഞാനാണെങ്കിൽ ഈ കടലക്കറിക്ക് എനിക്കൊരു സമാധാനമില്ല കേട്ടോ. എല്ലാവരും പറയും കടല അരച്ചൊഴിച്ചാൽ മതി, നല്ല കട്ടി കിട്ടുമെന്ന്. പക്ഷേ ഇങ്ങനെ പണ്ട് മുതലേ ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ അത് കുറച്ചുകൂടെ ടേസ്റ്റാണ്. അതുകൊണ്ട് ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഒഴിക്കുമ്പോൾ നല്ല അടിപൊളി കടലക്കറി റെഡിയാവും. അതിനിടയ്ക്ക് കാത്തോട്ട് റെഡിയായി വന്നപ്പോൾ അവർക്ക് പിന്നെ തലമുടി മാത്രം കെട്ടിക്കൊടുത്താൽ മതി. അത് അത്ര അറിഞ്ഞൂടാ കേട്ടോ. അങ്ങനെ അതും കെട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ വേസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വണ്ടി വരുവേ. അങ്ങനെ വേസ്റ്റും തട്ടി കൊടുത്തിട്ട് തന്നൂട്ടിയും റെഡിയാക്കി അവരെ സ്കൂളിൽ പറഞ്ഞു വിട്ടു. എന്നിട്ട് ഞാൻ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് എനിക്കും ഇനി പെട്ടെന്ന് റെഡിയായി പോകണം. അപ്പോൾ നല്ല അടിപൊളി പുട്ടും നല്ല അടിപൊളി കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ കടലക്കറിയും പിന്നെ എനിക്കാണെങ്കിൽ ഈ കാപ്പി കുടിക്കുന്ന സമയത്ത് കുറച്ച് ചായ കുടിക്കണം. അമ്മ എപ്പോഴും പറയും ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ചായ കുടിക്കരുത്, അങ്ങനെ ഇപ്പോൾ കുടിച്ചുകൂടാന്നാണ് പറയുന്നതെന്നേ. പക്ഷേ എന്തോ അതങ്ങനെ ശീലമായതുകൊണ്ട് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാലും ഈ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുമ്പോൾ എനിക്ക് ഇച്ചിരി ചായ വേണം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഞാനും റെഡിയായി ഓടിച്ചെന്ന് കാറൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട് പഠിച്ചിട്ട് വരാവേ. അപ്പോൾ ബൈ.